ഈ വീഡിയോയിൽ നമ്മൾ ഇന്ത്യയുടെ വൈവിധ്യത്തെക്കുറിച്ചും ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകളെക്കുറിച്ചും പഠിക്കുന്നു. അധ്യായം 1. ലോകത്തിന്റെ നെറുകയിൽ. ഇന്ത്യ സാംസ്കാരികമായി ഏറെ വൈവിധ്യമുള്ള രാജ്യമാണ്. ഭാഷ, വസ്ത്രധാരണം, പാരമ്പര്യങ്ങൾ എന്നിവയിലെല്ലാം ഈ വൈവിധ്യം പ്രകടമാണ്. രാജ്യത്തിന്റെ ഭൂപ്രകൃതിയും ഇതിൽ വലിയ പങ്കുവഹിക്കുന്നു. ഇന്ത്യയുടെ പ്രധാന ഭൗമശാസ്ത്രപരമായ വിഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. വടക്കൻ പർവ്വതമേഖല, വടക്കേ ഇന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും എന്നിവയാണവ. വടക്കൻ പർവ്വതമേഖല ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കും വടക്ക് കിഴക്കും അതിർത്തികൾ നിർണ്ണയിക്കുന്നു. ഇത് ഏകദേശം 2400 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന പുതിയ മടക്ക് പർവ്വതനിരകളാണ്. വടക്കൻ പർവ്വതമേഖലയെ പ്രധാനമായും 3ആയി തരംതിരിക്കാം. അവ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പിന്നെ കിഴക്കൻ കുന്നുകൾ അഥവാ പൂർവാചൽ കുന്നുകൾ എന്നിവയാണ്. ഇതിൽ ട്രാൻസ് ഹിമാലയം ഏറ്റവും വടക്കൻ ഭാഗമാണ്. ഇത് ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ഇതിനെ പമീർകെട്ടുമായി ബന്ധിപ്പിക്കുന്നത് കാരക്കോറം പർവ്വതനിരയാണ്. ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നീ 3 സമാന്തര പർവ്വതനിരകൾ കാണപ്പെടുന്നു. ഇതിൽ സിവാലിക്കാണ് ഏറ്റവും തെക്കൻ നിര. പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന പ്രതിഭാസമാണ് ഹിമാലയത്തിന്റെ രൂപീകരണത്തിന് കാരണമായത്. ഇന്ത്യൻ പ്ലേറ്റ് യൂറേഷ്യൻ പ്ലേറ്റുമായി കൂട്ടിയിടിച്ചപ്പോൾ ടെതീസ് കടൽത്തട്ട് ഉയർന്ന് ഹിമാലയമുണ്ടാവുകയായിരുന്നു. പ്ലേറ്റ് അതിർത്തികൾ പ്രധാനമായും 3 തരത്തിലാണ്: സംയോജിത അതിർത്തി, വ്യത്യസ്ത അതിർത്തി, ട്രാൻസ്ഫോം അതിർത്തി എന്നിവയാണവ. ഈ അതിർത്തികളാണ് ഭൂപ്രക്രിയകളെ സ്വാധീനിക്കുന്നത്. ചെങ്കുത്തായ വശങ്ങളുള്ള ആഴത്തിലുള്ള താഴ്വരകളെയാണ് ഗിരികൾ എന്ന് വിളിക്കുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര തുടങ്ങിയ നദികൾ ഹിമാലയൻ നിരകളിലൂടെ ഒഴുകുമ്പോൾ ഇത്തരത്തിലുള്ള ഗിരികൾ സൃഷ്ടിക്കുന്നു. ഹിമാലയത്തെ പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം എന്നിങ്ങനെയും പൂർവാചൽ കുന്നുകളായും പ്രാദേശികമായി വിഭജിച്ചിരിക്കുന്നു. സിന്ധു നദീതടം മുതൽ കാളി നദീതടം വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് പടിഞ്ഞാറൻ ഹിമാലയം. കാശ്മീർ, ഹിമാചൽ, ഉത്തരാഖണ്ഡ് ഹിമാലയങ്ങൾ ഇതിന്റെ പ്രധാന ഭാഗങ്ങളാണ്. ഹിമാചൽ. ഹിമാലയത്തിന്റെ പ്രധാന സവിശേഷതകൾ നോക്കാം. ചിനാബ്, രവി, ബിയാസ് നദികളും കുളു, കാംഗ്ര താഴ്വരകളും ഈ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരാഖണ്ഡ്. ഹിമാലയം സത്ലജ് മുതൽ കാളി നദി വരെയാണ്. ഗംഗയുടെയും യമുനയുടെയും ഉത്ഭവ കേന്ദ്രങ്ങളായ ഹിമാനികൾ ഇവിടെയാണുള്ളത്. അവസാനമായി മധ്യ ഹിമാലയം. ഇത് നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ എവറസ്റ്റ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി കിഴക്കൻ ഹിമാലയത്തെക്കുറിച്ച് നോക്കാം. ടീസ്റ്റ നദി മുതൽ ബ്രഹ്മപുത്ര വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ ഭാഗം അസം ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ഇവിടുത്തെ കുന്നുകൾ പടിഞ്ഞാറൻ ഹിമാലയത്തേക്കാൾ താഴ്ന്നതാണ്. നംച ബർവയാണ് ഇതിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി. അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെയുള്ള പ്രദേശങ്ങളാണ് പൂർവാചൽ കുന്നുകൾ. 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഇവിടെ പാട്കൈബൂം, നാഗക്കുന്നുകൾ എന്നിവ പ്രധാനമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചിയും മൗസിൻഡാമും ഇവിടെയാണ്. ഹിമാലയൻ പർവ്വതനിരകൾ നമ്മുടെ കാലാവസ്ഥയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നു. മധ്യേഷ്യയിൽ നിന്നുള്ള തണുത്ത കാറ്റിനെ തടയുന്നതും മൺസൂൺ കാറ്റുകൾക്ക് മഴ നൽകാൻ കാരണമാകുന്നതും ഹിമാലയമാണ്. ഉയരത്തിനനുസരിച്ച് ഇവിടത്തെ താപനിലയും കാലാവസ്ഥയും മാറിക്കൊണ്ടിരിക്കുന്നു. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയാണ് ഹിമാലയത്തിലെ പ്രധാന നദികൾ. ഇവ വർഷം മുഴുവൻ ജലസമൃദ്ധമാണ്. പർവ്വതങ്ങളിലൂടെ ഒഴുകുമ്പോൾ ഇവ ആഴത്തിലുള്ള താഴ്വരകളും വെള്ളച്ചാട്ടങ്ങളും രൂപപ്പെടുത്തുന്നു. സമതലങ്ങളിൽ എത്തുമ്പോൾ ഇവ ഗതി മാറുകയും വെള്ളപ്പൊക്കത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഹിമാലയൻ നദികളുടെ ഉത്ഭവസ്ഥാനങ്ങളെക്കുറിച്ച് അറിയാം. സിന്ധു മാനസരോവർ തടാകത്തിന് സമീപത്തു നിന്നും ഗംഗ ഗോമുഖിലെ ഗംഗോത്രി ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്നു. ബ്രഹ്മപുത്ര ടിബറ്റിലെ മാനസരോവർ പ്രദേശത്തിനടുത്തുള്ള ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്നു. ഈ മേഖലയിലെ മണ്ണിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായും പർവ്വതമണ്ണും വനമണ്ണുമാണ് ഇവിടെയുള്ളത്. താഴ്വരകളിൽ എക്കൽ മണ്ണും കാണപ്പെടുന്നു. കാശ്മീർ താഴ്വരയിലെ കരീവ മണ്ണ് കുങ്കുമപ്പൂ കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. കാലാവസ്ഥാ വ്യത്യാസം ഹിമാലയത്തിലെ സസ്യജാലങ്ങളിലും മാറ്റങ്ങൾ വരുത്തുന്നു. പൈൻ, ദേവദാരു തുടങ്ങിയ കോണിഫറസ് മരങ്ങളും ഉയർന്ന പ്രദേശങ്ങളിൽ ആൽപൈൻ പുൽമേടുകളും കാണപ്പെടുന്നു. ഉയരം കൂടുന്തോറും ഇവിടെ സസ്യങ്ങൾ തുന്ദ്രവർഗത്തിലേക്ക് മാറുന്നു. വിവിധങ്ങളായ വന്യജീവികളുടെ ആവാസകേന്ദ്രമാണ് ഹിമാലയം. യാക്ക്, കസ്തൂരിമാൻ, ഒറ്റക്കൊമ്പൻ, കാണ്ടാമൃഗം എന്നിവ ഇവിടെ കാണപ്പെടുന്നു. ഇവയുടെ സംരക്ഷണത്തിനായി നിരവധി ദേശീയോദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളും ബയോസ്ഫിയർ റിസർവുകളും ഇവിടെ പ്രവർത്തിക്കുന്നു. ഹിമാലയത്തിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗമാണ് കൃഷി. ചെങ്കുത്തായ ചരിവുകളിൽ ടെറസ് കൃഷിരീതിയാണ് ഇവർ പിന്തുടരുന്നത്. നെല്ല്, ഗോതമ്പ്, ഉരുളക്കിഴങ്ങ് എന്നിവ കൂടാതെ അസം, ഡാർജിലിംഗ് ഭാഗങ്ങളിൽ തേയില കൃഷിയും വ്യാപകമാണ്. കൃഷിയോടൊപ്പം മൃഗസംരക്ഷണവും ഹിമാലയൻ ജീവിതത്തിന്റെ ഭാഗമാണ്. ചെമ്മരിയാടുകൾ, കുതിരകൾ, യാക്കുകൾ എന്നിവയെ ഇവർ വളർത്തുന്നു. ഗുജ്ജാർസ് പോലുള്ള ഇടയ സമൂഹങ്ങൾ
പടിഞ്ഞാറൻ ഹിമാലയത്തിൽ പാരമ്പര്യമായി ഈ തൊഴിലിൽ ഏർപ്പെടുന്നു. ഹിമാലയം വിനോദസഞ്ചാര മേഖലയിൽ വലിയ സാമ്പത്തിക സാധ്യതയാണ് നൽകുന്നത്. ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ ഹിൽ സ്റ്റേഷനുകളും തീർത്ഥാടന കേന്ദ്രങ്ങളും വർഷം തോറും സഞ്ചാരികളെ ആകർഷിക്കുന്നു. പർവ്വതാരോഹണം, സ്കീയിംഗ് തുടങ്ങിയ സാഹസിക വിനോദങ്ങൾക്കും ഹിമാലയം പ്രശസ്തമാണ്. ചുരുക്കത്തിൽ, വടക്കൻ പർവ്വതമേഖല ഇന്ത്യയുടെ ഭൂപ്രകൃതിയെയും കാലാവസ്ഥയെയും നിയന്ത്രിക്കുന്ന പ്രധാന ഘടകമാണ്. സാംസ്കാരികമായും സാമ്പത്തികമായും ഈ മേഖല രാജ്യത്തിന്റെ വളർച്ചയിൽ വലിയ പങ്കുവഹിക്കുന്നു. ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച് ചോദ്യങ്ങൾ സ്വയം വിലയിരുത്തുക. അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം.